ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 62,000 കോടിയിലധികം രൂപയുടെ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ചുമയ്ക്കുള്ള കോൾഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പനയും വിതരണവും നിരോധിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് കേരള സർക്കാർ. മോഹൻലാലിന് ലഭിച്ച ദാദാസാഹിബ് പുരസ്കാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത ടോൾ ഫീസ് നിരക്കുകളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം. ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ നൽകേണ്ട ഫീസ് ഇരട്ടിയാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. രവീന്ദ്ര ജഡേജ മാൻ ഓഫ് ദി മാച്ച്. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകി 62,000 കോടിയിലധികം രൂപയുടെ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ നൈപുണ്യ വികസനം നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. भारत नॉलेज और स्किल का देश है. यही बौद्धिक शक्ति हमारी सबसे बड़ी ताकत है. और जब ये स्किल, ये नॉलेज देश की आवश्यकताओं से जुड़ जाती है, देश की जरूरतों को पूरा करने से जुड़ जाती है, तो इनकी ताकत कई गुना बढ़ जाती है. യുവാക്കളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുള്ള PM സേതു പദ്ധതിയും ബീഹാറിന്റെ നിശ്ചയ് സ്വയം സഹായത ഭട്ട യോജനയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായ പരിശോധനകൾക്ക് ശേഷവും മേൽനോട്ടത്തിലുമായിരിക്കണം മരുന്നുകൾ നൽകേണ്ടതെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർക്ക് മന്ത്രാലയം കത്തയച്ചിട്ടുണ്ട്. കേരളത്തിൽ കോൾഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവയ്പ്പിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രശ്നം കണ്ടെത്തിയ ബാച്ചിന്റെ വിൽപ്പന നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും സുരക്ഷയെ കരുതിയാണ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിർത്തിവയ്ക്കുന്നതെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കോൾഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പന മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ രാജ്യത്തെ സ്ത്രീ ശക്തിക്ക് ഗുണകരമാകുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി JP നഡ്ഡയുടെ സാമൂഹിക മാധ്യമ പോസ്റ്റിനോട് പ്രതികരിച്ചാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ജനപങ്കാളിത്തത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രചാരണ പരിപാടിയെന്നും ശ്രീ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. 2008 ദേശീയപാത ടോൾ ഫീസ് നിരക്കുകൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. പുതിയ നിയമം അനുസരിച്ച് ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ പണമായി നൽകേണ്ട ഫീസ് ഇരട്ടിയാക്കി. UPI വഴിയാണെങ്കിൽ വാഹനത്തിന് ബാധകമായ ഉപയോക്തൃ ഫീസിന്റെ 1.25 മടങ്ങ് മാത്രമേ ഈടാക്കൂ. അടുത്ത മാസം 15 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ആപ്കി പുഞ്ചി ആപ്കാ അധികാർ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കം കുറിച്ചു. നിഷ്ക്രിയ നിക്ഷേപങ്ങൾ നിയമാനുസൃത അവകാശികൾക്ക് കൃത്യമായി തിരികെ ലഭിക്കുന്നതിന് ഈ പ്രചാരണ പരിപാടി സഹായിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. People don't wonder where they have to go. The bank goes to them, to their doorstep. We have the 3 A's before us. We've come here to build awareness. You have access to us, and the action will be taken to give your unclaimed money, which is lying here, either in the bank or with the LIC or with the SEBI. You get it. നിർണായക ധാതുക്കളുടെ പുനഃചംക്രമണ പ്രോത്സാഹന പദ്ധതിയിലൂടെ 1,500 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഖനി മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ മാലിന്യം, ലിഥിയം അയൺ ബാറ്ററികൾ, മറ്റ് പാഴ്വസ്തുക്കൾ തുടങ്ങിയവയിൽ നിന്ന് ക്രിട്ടിക്കൽ മിനറൽസ് ഉൽപ്പാദിപ്പിക്കുന്നതും രാജ്യത്തിന്റെ പുനഃചംക്രമണ ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ 12 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പട്നയിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സംഘം 2 ദിവസം പട്നയിൽ തുടരും. പുതുതലമുറ GST പരിഷ്കരണം വഴി വാണിജ്യ ചരക്ക് വാഹനങ്ങളുടെ നികുതി നിരക്ക് കുറച്ചത് ലോജിസ്റ്റിക്സ്, ഗതാഗത മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും. ഇതിലൂടെ രാജ്യത്തിന്റെ വിതരണ ശൃംഖലയെ പുനരുജ്ജീവിപ്പിക്കുകയും കയറ്റുമതി മത്സരശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ചരക്ക് നീക്കത്തെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 28% നിന്ന് 18% GST നിരക്ക് കുറച്ചിട്ടുള്ളത്.
ചെക്ക് ക്ലിയറിംഗ് മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാക്കുന്ന പരിഷ്കാരവുമായി റിസർവ് ബാങ്ക്. നിലവിൽ 2 ദിവസം വരെ കാത്തിരിക്കേണ്ട സാഹചര്യത്തിനാണ് ഇതിലൂടെ മാറ്റം വരുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ തുടർച്ചയായി ചെക്കുകൾ സ്കാൻ ചെയ്യും. പണം നൽകേണ്ട ബാങ്കുകൾ വൈകുന്നേരം 7 മണിക്കുള്ളിൽ ചെക്കുകൾ സ്ഥിരീകരിക്കണം. അല്ലെങ്കിൽ രാത്രി തന്നെ പണം അക്കൗണ്ട് ഉടമയ്ക്ക് ഓട്ടോമാറ്റിക്കായി കൈമാറും. ജമ്മു കാശ്മീരിലെ മാതാ വൈഷ്ണോദേവി യാത്ര നാളെ മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ മാസം 7 വരെയാണ് തീർത്ഥാടന യാത്ര നിർത്തിവെക്കുന്നത്. മാതാ വൈഷ്ണോദേവി ബോർഡ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ തീർത്ഥാടകർ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യം 2026 മാർച്ച് 31 ഇടതുപക്ഷ തീവ്രവാദത്തിൽ നിന്ന് മുക്തമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ ദസറ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിലേക്ക് വികസനം എത്താത്തതിന് കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന നക്സൽ പ്രവർത്തനങ്ങളാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. पूरा बस्तर विकास से महरूम रहा, विकास आप तक नहीं पहुंचा. इसका मूल कारण ये नक्सलवाद है कि 31 मार्च 2026 के बाद ये नक्सलवादी आपके विकास को नहीं रोक पाएंगे, आपके अधिकार को नहीं रोक पाएंगे. 2026 मार्च के पहले इस समस्या से हमारा बस्तर मुक्त हो जाएगा. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനദണ്ഡങ്ങൾ പ്രകാരം ആവശ്യപ്പെട്ട പുനർനിർമ്മാണ സഹായത്തിൽ 260.56 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ഇത് ആവശ്യമായ തുകയുടെ 8% പോലുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് കേരള സർക്കാർ. മോഹൻലാലിന് ലഭിച്ച ദാദാ സാഹിബ് പുരസ്കാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമാണെന്ന് മലയാളം വാനോളം ലാൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തനിക്ക് ലഭിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിന് സമർപ്പിക്കുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട്. വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത്. എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം. മഹത്തായ നിരവധി പുരസ്കാരങ്ങൾ ഇടചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ വിശാലമായ ഷോക്കേസിൽ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരവും ഞാൻ സമർപ്പിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം പൂശിയ പാളിയുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. അതേസമയം സംഭവത്തിൽ അന്വേഷണം വേണമെന്നും അല്ലാത്തപക്ഷം UDF ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് സ്വതന്ത്ര അധികാരമുള്ള ഏജൻസികളാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇന്നിംഗ്സിനും 140 റൺസിനുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. രവീന്ദ്ര ജഡേജയാണ് മാൻ ഓഫ് ദ മാച്ച്. പരമ്പരയിലെ 2ാമത്തെ മത്സരം ഈ മാസം 10 മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 62,000 കോടിയിലധികം രൂപയുടെ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ചുമയ്ക്കുള്ള കോൾഡ് ഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പനയും വിതരണവും നിരോധിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് കേരള സർക്കാർ. മോഹൻലാലിന് ലഭിച്ച ദാദാ സാഹിബ് പുരസ്കാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത ടോൾ ഫീസ് നിരക്കുകളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം. ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ നൽകേണ്ട ഫീസ് ഇരട്ടിയാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. രവീന്ദ്ര ജഡേജ മാൻ ഓഫ് ദ മാച്ച്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.